അടുത്ത ചോദ്യം, പണം എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു? അത് വല്ലാത്ത ചോദ്യമാണ്. പണം എങ്ങനെ ഉണ്ടാക്കിയത് അതും പറയണം. ഉണ്ടാക്കിയ കണക്ക് മാത്രം പറഞ്ഞാൽ പോരാ, ചെലവഴിച്ച കണക്കും പറയണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞേ പറ്റൂ അള്ളാഹുടെ മുന്നിൽ എണ്ണി എണ്ണി ചോദിക്കും. ഇവിടെ വിട്ടാലും അവിടെ വിടൂല. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് അള്ള ചോദിക്കുമ്പോൾ പറഞ്ഞേ പറ്റൂ. ഖുർആൻ പറഞ്ഞതാ. അള്ളാഹു അതുകൊണ്ട് ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രാത്രി കിടക്കുന്നതിന് മുമ്പൊന്ന് ചിന്തിക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റു, പടച്ചവനെ എന്തേ ചെയ്തത്? പല്ല് തേച്ചു, സുബഹി നിസ്കരിച്ചു, ഖുർആൻ ഓതി, കുറച്ച് ദിക്റുകൾ പറഞ്ഞു, കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു, കച്ചവടത്തിന് പോയി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം. എന്തു പാപം ചെയ്തു എഴുതി വെക്കണം. റളിയല്ലാഹു തആല അൻഹു അങ്ങനെ രാത്രി റൂമിനകത്ത് കയറിയിട്ട് കതകടച്ചിട്ട് ഇങ്ങനെ കണ്ട് ചെയ്യും. പടച്ചവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഇന്ന പാപം ചെയ്തു ഇല്ല. ചാട്ടവാറെടുത്തിട്ട് തല്ലും ശരീരം മുഴുവനും. സ്വന്തം ചാട്ടവാറെടുത്തിട്ട് ശരീരം തല്ലി ചതയ്ക്കുക. റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ കുളിപ്പിച്ചവർ പറയുന്നുണ്ട്, അടയാളം ഉണ്ടായിരുന്നു. ശരീരത്തെ ചാട്ടമാറ് കൊണ്ട് തല്ലിയിട്ട് ശരീരത്തിനോട് ചോദിക്കുക, നീ പറഞ്ഞ അനുസരിക്കില്ലേ? നീ നിസ്കരിക്കാതെ കിടന്ന് ഉറങ്ങൂല്ലേ? നീ അള്ളാനെ ധിക്കരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് തല്ലുക. അങ്ങനെ സ്വന്തമായിട്ട് വിചാരണ. നമ്മൾ തല്ലുവൊന്നും വേണ്ട, ചെയ്തതൊന്നും ഓർത്താലെങ്കിലും മതിയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ റബ്ബേ, ഒരു കുറ്റബോധം പോലും നമുക്കൊന്നും തോന്നാറില്ല. ഇബ്ലീസിന്റെ സ്വഭാവമാണ് നമുക്ക്. ഇന്നലെ ഞാൻ അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു ഇല്ലേ? അള്ളാഹു അത്രയും ഗഫൂറാണ്, റഹീമാണ്, കാരുണ്യവാനാണ്. ആ അള്ളാഹ് എന്താ ഇബ്ലീസിനെ പുറത്തു കൊടുക്കാത്ത? എന്താ ഇബ്ലീസിനെ പുറത്തു കൊടുക്കാത്ത? ഇബ്ലീസ് തന്നെ ഇന്നും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നാണ്. എന്നെക്കാളും താഴ്ന്നവനെന്നാ പറയണേ. ഇബ്ലീസ് ഇന്ന് വരെ കുറ്റം സമ്മതിച്ചിട്ടില്ലല്ലോ. സമ്മതിച്ചാലല്ലേ അള്ളാഹ് പുറത്തു കൊടുക്കുക. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ അംഗീകരിക്കണം. അതാണ്, ഞാൻ അംഗീകരിച്ചു, ഞാൻ തെറ്റു ചെയ്തു. 2, കുറ്റബോധം ഉണ്ടാവണം. ചെയ്തു പോയല്ലോ അള്ളാഹ്. നിരാശ വേണം, കുറ്റബോധം വേണം. അള്ളാഹു ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ പടച്ചവനെ, ഇനി ചെയ്യില്ല അള്ളാഹ്. തീരുമാനം വേണം. അതാ തൗബയുടെ വിശേഷണം. തൗബയുടെ ഷർത്തുകളിൽപ്പെട്ട ചുമ്മാതെ പോയിട്ട് പാവം പൊറുക്കല്ല പാവം പൊറുത്തല്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചെയ്തു പോയ പാപം നീ അംഗീകരിക്കണം. 2, നീ സമ്മതിച്ചു. 1, 2, നിനക്ക് കുറ്റബോധം ഉണ്ടാകണം. നിന്റെ നഫ്സിനെ നീ കുറ്റപ്പെടുത്തണം. 3, ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. അപ്പോഴാ തൗബയാകുന്നത്. അല്ലെങ്കിൽ കാക്കയുടെ തൗബ പോലെ ആയി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാക്കയുടെ തൗബ എങ്ങനെയാണെന്നറിയില്ലേ? കാക്കയുടെ തൗബ അറിയോ? ഇത് വെടികൊണ്ടതുപോലെ ഇരിക്കണേ. കാക്കയുടെ തൗബ എന്തെന്നറിയോ? കാക്ക രാവിലെ ഇങ്ങനെ പറന്നു വരും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, മരത്തിലൊക്കെ താമസിക്കണേ. കാക്ക രാവിലെ ഇങ്ങനെ പറന്നു വന്നിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നോക്കുമ്പോൾ കാഷ്ടം കിടക്കുന്നു, വേസ്റ്റ് കിടക്കുന്നു. കാക്ക ഓടിച്ചെന്നിട്ട് ഇങ്ങോട്ട് കൊത്തിയങ്ങോട്ട് തിന്നിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കമ്പിൽ ഇങ്ങനെ തലയിട്ടടിച്ചിട്ട് പറയും, ഛേ ഞാൻ വേസ്റ്റാണോ റബ്ബേ തിന്നത്, ഛേ എന്ത് വൃത്തികേടാ, ഇനി ഞാൻ തിന്നൂല. കാക്ക അങ്ങോട്ട് ശപഥം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വന്നിട്ടിരിക്കുമ്പോൾ ചൂടിങ്ങനെ പോവാ. പടച്ചവനെ ഉടനെ പോയി വീണ്ടും തിന്നും. വീണ്ടും അതിൻ്റെ മുകളിൽ കയറിയിട്ട് തലയിട്ടടിച്ചിട്ട് പറയും, ഇനി ഞാൻ തിന്നൂല. 3-ാമത്തെ ദിവസവും വരെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണേ. നാളെ നീളം അങ്ങനെ ആവരുത് തൗബ. ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കരയാ ചെറുപ്പക്കാരൻ. ഉസ്താദ്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. സെക്സ് വീഡിയോ കാണും ആ ചെറുപ്പക്കാരൻ. മോശമായ വീഡിയോ കാണുകയാ. എത്ര ശ്രമിച്ചിട്ടും അവന് പറ്റണില്ല. കരയുന്നു. ഉസ്താദ്, എനിക്ക് നന്നാകണം, ഒരു വഴി പറഞ്ഞതാ, എനിക്കൊരു വഴി പറഞ്ഞതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനും വരുന്നുണ്ട്. അള്ളാഹു നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. വീഡിയോ വലിക്കണ ആൾക്കാരില്ലേ, വലി നിർത്താൻ പറ്റുമോ? പറ്റില്ല ഉസ്താദെ. എന്തെന്നറിയത്തില്ല. ചുരുട്ടി അടിക്കുന്നവന് ചുരുട്ടി അടിക്കണം, മോളി കയറ്റി വെക്കുന്നവന് മോളി വെക്കണം, വലിക്കുന്നവന് വലിക്കണം. ഇതൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കിത് പറ്റൂല എന്നാ. മോശമായ സ്വഭാവങ്ങൾ എല്ലാം ഉണ്ട്. എന്നാൽ ചില ദുസ്വഭാവങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടി 7 പ്രാവശ്യം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു മാറിയാൽ മതി. 7 പ്രാവശ്യം വീടി വലിക്കാൻ അവസരം കിട്ടി. പടച്ചവനെ, ഇത് ലഹരിയാണല്ലോ അല്ലാഹ്. എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് പാവമാണല്ലോ.
വേണ്ട, ഒരു പ്രാവശ്യം മാറ്റിവെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആദ്യം കാജാ വീഡിയോ കൊണ്ടുവന്നേ, പിന്നെ നോക്കുമ്പോൾ സിഗരറ്റ് കൊണ്ടുവന്നു. ഇല്ലല്ല, 2 വലിക്കൂല. 3, 4, 5, 6, 7 പ്രാവശ്യം നീ ചെയ്യില്ല എന്ന് പറഞ്ഞു മാറ്റിവെച്ച 8ാമത് ആ പാപം നിന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടുവരില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 7 പ്രാവശ്യം ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ 8ാമത് പിന്നെ വീടി നിന്റെ മുന്നിൽ വരൂല. നിനക്കതിലുള്ള അവസരം അള്ളാഹു തരൂല. നിന്നെ റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ ദുസ്വഭാവം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ, അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നന്നാകാൻ കഴിയണം, വിചാരണ ചെയ്യണം. സ്വന്തമായിട്ട് ആര് പറയണ്ട, ആരോടും പോയിട്ട് അച്ഛനോട് പോയിട്ട് കുമ്പസരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്ത അള്ളാഹുവിനോട് പറയണം. അള്ളാഹു അത്രയും വലിയ കാരുണ്യവാനാ. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരുന്നവനാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്താൽ